ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അടുത്തയാഴ്ച യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമം ഊർജിതം. കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും കേരളത്തിൽ നിന്നുള്ള എംപിമാരും കേന്ദ്രത്തിന് കത്തെഴുതി. യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ വരുന്ന ബുധനാഴ്ച നടപ്പാക്കാനിരിക്കെ മോചനത്തിനായി സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയയുടെ മോചനത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മെൻഷൻ ചെയ്തു. വിഷയത്തിൽ നയതന്ത്ര ഇടപെടൽ ആവശ്യമാണെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്ക് സൗകര്യമൊരുക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു ആവശ്യം. ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിൽ നിന്നുള്ള എംപിമാരും കേന്ദ്രത്തിന് കത്തയച്ചു. എല്ലാ മാർഗത്തിലൂടെയും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ത്വരിതഗതിയിലാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോടും ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യമനിലെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം തലാലിന്റെ കുടുംബവുമായി ചർച്ചകൾക്കുള്ള ശ്രമം തുടരുകയാണ്. 24 ഡൽഹി. ഇന്ത്യക്കാർക്ക് UPI ആപ്പ് വഴി UAE-യിലെ ഇടപാടുകൾ നടത്താനുള്ള സൗകര്യമൊരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് UAE-യുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ ആനിയുമായി UPI ധാരണയിലെത്തി. ഇന്ത്യയുടെ തത്സമയ പേയ്മെന്റ് സംവിധാനമായ UPI UAE-യുടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ ആനിയുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതുവഴി ഇന്ത്യക്കാർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മുഴുവൻ ഇടപാടുകളും നടത്താൻ സാധിക്കും. ഇന്ത്യൻ പ്രവാസികൾക്കും സന്ദർശകർക്കും ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വേറിട്ടതും മികച്ചതുമായ യാത്രാനുഭവമാണ് ലഭിക്കുക എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തടസ്സമില്ലാത്ത സേവനം ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ലഭ്യമാക്കാനായി UAE-യിലെ വ്യാപാര സ്ഥാപനങ്ങൾ, പേയ്മെന്റ് സൊല്യൂഷൻ ദാതാക്കൾ, ബാങ്കുകൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് NPCI ഇന്റർനാഷണൽ MD-യും CEO-യുമായ റിതേഷ് ശുക്ല വ്യക്തമാക്കി. Feedback is exciting. That's why these opportunities are built up. Businesses here understand the importance of catering to Indian tourists. The numbers are growing by the day, as you see. So it's good for the small businesses and even for the established big groups like Dubai Duty Free, Lulu and all. So I think we have very strong and good response here in the market. 4 മാസത്തിനകം ദുബായിലെ ടാക്സികളിൽ UPI ഉപയോഗിച്ച് പണം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. നിലവിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ, ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയ മുൻനിര ഔട്ട്ലെറ്റുകളിൽ UPI വഴി പണമടയ്ക്കാൻ സാധിക്കും. 24 ദുബായ്. ദോഹയിൽ നടക്കുന്ന ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകൾ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ചില നിർണായക വിഷയങ്ങളിൽ ഇരുവിഭാഗവും ധാരണയിലെത്തിയതായ സൂചന. 10 ഇസ്രയേൽ ബന്ദികളെ കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു. ഗസയിൽ കഴിഞ്ഞ 21 മാസമായി തുടരുന്ന രക്തരൂഷിത സംഘർഷത്തിന് അറുതിയുണ്ടാക്കാൻ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ. അമേരിക്കയെ പ്രതിനിധീകരിച്ച് CIA ഡയറക്ടർ വില്യം ബേൺസും മറ്റ് നയതന്ത്ര പ്രതിനിധികളും പങ്കെടുക്കുന്ന വെടിനിർത്തൽ കരാർ ചർച്ചകൾക്ക് ഖത്തറും ഈജിപ്തുമാണ് നേതൃത്വം നൽകുന്നത്. ഹമാസ് പ്രതിനിധികളുമായും ഇസ്രായേൽ പ്രതിനിധികളുമായും നടത്തുന്ന മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്ന ഉപാധികളിൽ സമവായമുണ്ടാക്കുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് ദോഹയിൽ പുരോഗമിക്കുന്നത്. ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിന്മാറ്റം, സ്ഥിരമായ വെടിനിർത്തൽ, കരാർ ഇസ്രായേൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഘട്ടം ഘട്ടമായുള്ള തടവുകാരുടെ കൈമാറ്റം എന്നിവയാണ് ഹമാസ് തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന ഉപാധികൾ. എന്നാൽ അന്തിമ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു മുമ്പ് മുഴുവൻ തടവുകാരെയും വിട്ടയക്കണമെന്നും ഗസയിൽ നിന്ന് പല ഘട്ടങ്ങളായി മാത്രം സൈനികരെ പിൻവലിക്കാമെന്നുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ. സ്ഥിരമായ വെടിനിർത്തൽ പ്രഖ്യാപനത്തോടും ഇസ്രായേലിന് യോജിപ്പില്ല. ഇപ്പോഴത്തെ സംഘർഷത്തിന് തൽക്കാലം പരിഹാരം കാണുക, ഫലസ്തീനും ഇസ്രായേലിനുമിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കാമെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ പലതവണ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാരമ്പര്യമുള്ള ഇസ്രായേലിന്റെ ഈ ഉറപ്പ് മുഖവിലക്കെടുക്കാൻ ഹമാസ് തയ്യാറാകാത്തതും പ്രതിസന്ധിയാണ്. ഗസയിൽ ഹമാസിനുള്ള നിയന്ത്രണം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ഉപാധിയും ഹമാസ് അംഗീകരിക്കാൻ തയ്യാറല്ല. അതേസമയം 10 ബന്ദികളെ കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഹമാസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ താഹിർ അൽ നൗനോ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ മാനുഷിക സഹായം വിതരണം ചെയ്യുന്നതിനും ഗസ മുനമ്പിൽ വെടിനിർത്തൽ നടപ്പാക്കാനുമാണ് ഇതിന് തയ്യാറായതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും സൗമനസ്യത്തോടെയുള്ള സമീപനമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇരു വിഭാഗങ്ങളും മുന്നോട്ട് വെക്കുന്ന എല്ലാ ഉപാധികളിലും സമവായമുണ്ടാക്കി അന്തിമ കരാറിന് രൂപം നൽകാൻ 2 ആഴ്ചയെങ്കിലും സമയമെടുക്കും. ആദ്യം വെടിനിർത്തൽ, പിന്നീട് ഘട്ടം ഘട്ടമായുള്ള തടവുകാരുടെ കൈമാറ്റം. ഇതോടൊപ്പം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്നും ഗസയിൽ സ്ഥിരമായ വെടിനിർത്തൽ വേണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യങ്ങൾ ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം 1,00,000-ഓളം മനുഷ്യരുടെ ചോരക്കുരുതിക്കിടയാക്കിയ ഈ അക്രമം അവസാനിക്കണമെങ്കിൽ ഒരു കരാർ കൂടിയേ തീരും. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24. വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് പൂർത്തിയായി. മക്ക ഡെപ്യൂട്ടി അമീറിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. വർഷത്തിലൊരിക്കലാണ് കാബ കഴുകൽ ചടങ്ങ് നടക്കാറുള്ളത്. ഇന്ന് രാവിലെയാണ് മക്കയിലെ വിശുദ്ധ കാബ കഴുകൽ ചടങ്ങ് നടന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന് വേണ്ടി മക്ക ഡെപ്യൂട്ടി അമീർ സൗദി ബിൻ മിഷാൽ രാജകുമാരൻ ചടങ്ങിന് നേതൃത്വം നൽകി. ഹറം പള്ളിയിലെത്തിയ 10,000-കണക്കിന് തീർത്ഥാടകരെ സാക്ഷി നിർത്തിയാണ് ചടങ്ങ് നടന്നത്. പനിനീർ കലർത്തിയ സംസം വെള്ളം ഉപയോഗിച്ച് കാബയുടെ ഉൾഭാഗം കഴുകിക്കൊണ്ടാണ് ചടങ്ങ് തുടങ്ങിയത്. റോസ്, കസ്തൂരി, സുഗന്ധദ്രവ്യങ്ങളിൽ മുക്കിയ വെളുത്ത തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഡെപ്യൂട്ടി അമീർ കാബയുടെ ഉൾഭാഗത്തെ ചുവരുകൾ തുടച്ചു. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും നയതന്ത്ര ഉദ്യോഗസ്ഥരും കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരും ചടങ്ങിന്റെ ഭാഗമായി. തറയിലെ പൊടികളും മറ്റും തുളച്ചു നീക്കിക്കൊണ്ടാണ് കാബയുടെ ആചാരപരമായ കഴുകൽ ആരംഭിക്കുന്നത്. പിന്നീട് സംസം വെള്ളവും റോസും ഊതും ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ച് ചുവരുകൾ കഴുകുന്നു. ശേഷം തൂണുകളും നിലവും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകുന്നു. ഒടുവിൽ കാബയുടെ ഉൾഭാഗത്ത് മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റിയാണ് എല്ലാ വർഷവും കാബ കഴുകൽ ചടങ്ങ് നടക്കുന്നത്. സൗദി രാജാവോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയോ ആണ് ഇപ്പോൾ ചടങ്ങിന് നേതൃത്വം നൽകുന്നത്. ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതൽ ഇത് തുടർന്നു വരുന്നു. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴയില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ 31 അവസാനിക്കും. വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2025 ഫെബ്രുവരിയിലാണ് അനധികൃതമായി ഒമാനിൽ തുടരുന്ന തൊഴിലാളികൾക്ക് പിഴയില്ലാതെ വിസ പുതുക്കുന്നതിനും രാജ്യത്തു നിന്ന് തിരിച്ചു പോകുന്നതിനും അനുമതി നൽകിക്കൊണ്ടുള്ള ഗ്രേസ് പീരീഡ് ആരംഭിച്ചത്. ജൂലൈ 31 വരെ മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂവെന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് 60 ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയാണ് 7 വർഷം മുൻപ് ലേബർ കാർഡുകൾ, കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരിക്കുന്നത്. കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം റദ്ദാക്കിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. വിസ കാലാവധി കഴിഞ്ഞിട്ടും നിലവിൽ ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ജൂലൈ 31 ശേഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24, ഒമാൻ. ഖത്തർ ഇൻകാസിന്റെ നേതൃത്വത്തിൽ മുൻ കേരള മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിക്കും. ജൂലൈ 18 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അബു ഹമൂറിലെ ICC അശോക ഹാളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഖത്തറിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. മികച്ച പൊതുപ്രവർത്തകർക്കായി ഇൻകാസ് ഖത്തർ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ജനസേവാ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാര ജേതാവിന് സമ്മാനിക്കുക. ഖത്തറിന്റെ സമുദ്രാതിർത്തികളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത മത്സ്യബന്ധന ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ലൈസൻസ് ഇല്ലാത്ത മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും ചെയ്തതായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അറിയിച്ചു. പരിശോധനയ്ക്കിടെ കടൽ തീരത്ത് ഒളിപ്പിച്ചിരുന്ന നിരോധിത മത്സ്യബന്ധന ഉപകരണങ്ങൾ സംഘം കണ്ടെത്തി. കോസ്റ്റ് ഗാർഡിന്റെ സ്ഥിരം നിരീക്ഷണം ഉണ്ടാവാറുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത കടലോര മേഖലയിലാണ് സംഘം നിയമലംഘനം നടത്തിയിരുന്നത്. ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയ നിരവധി പേരെ പിടികൂടിയതായും മന്ത്രാലയം അറിയിച്ചു.
UAE-യിലെ ഷാർജയിൽ 1.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിയായ യുവതി തൂങ്ങി മരിച്ചു. വിഭജിക, മകൾ വൈഭവി എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഭർത്താവിൽ നിന്ന് പീഡനം നേരിട്ടെന്ന വിഭജികയുടെ ഫോൺ സന്ദേശം 24-ന് ലഭിച്ചു. സാമൂന് അറിയത്തില്ല, ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോൾ തലേ കൈയും വെച്ച് ഓടും. അങ്ങനെയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്ന ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ബന്ധുവിനയച്ച ഫോൺ സന്ദേശങ്ങളിൽ ഭർത്താവ് നിതീഷിൽ നിന്നും നിതീഷിന്റെ വീട്ടുകാരിൽ നിന്നും വിഭജിക നേരിട്ട പീഡനങ്ങൾ വ്യക്തമാക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പരാതി നൽകിയിരിക്കുന്നത്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ലെന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമൺ. ശൈലജയുടെ മകളാണ്. എൻ്റെ വിവാഹ സംബന്ധിയായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. എപ്പോഴാണ് അവൈലബിലിറ്റി എന്ന് ചോദിച്ചു. ഞാൻ ആ മെസ്സേജിൽ വളരെ ലേറ്റായിട്ട് കാണുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറ്റ് എനി ടൈം യു ക്യാൻ കോൾ മീ. അങ്ങനെ ഞാനും എൻ്റെ അഭിഭാഷകയായ മകളും 12 മണിവരെ കാത്തിരുന്നു. ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതിപ്പോഴും അൺറീഡബിൾ ആയിട്ട് തന്നെയാണ് ആ മെസ്സേജ് നിലനിൽക്കുന്നത്. സംഭവത്തിന്റെ ഞെട്ടലിലാണ് കേരളപുരം കൊറ്റങ്കര പൂട്ടാണിമുക്ക. ഒന്നുമില്ല, നല്ല കുട്ടി, നല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. ബാക്കിയുള്ള ഒന്നും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഇനി അങ്ങനെയുള്ള ഡീറ്റെയിൽ ഇനി അറിഞ്ഞെങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ മറ്റവരൊക്കെ നല്ല സുഖകര, അമ്മയും ഒക്കെ ആങ്ങളെ അറിയാം. അവരൊക്കെ നല്ല സഹകരണമൊക്കെ ഉള്ളവരാണ്. ഷാർജ അൽ ഖാസ്മി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 24 കൊല്ലം. ഖത്തറിലേക്ക് നിരോധിത പുകയിലയും സ്വർണ്ണാഭരണങ്ങളും കടത്താനുള്ള ശ്രമം ലാൻഡ് കസ്റ്റംസ് വിഭാഗം പിടികൂടി. അബു സമ്ര അതിർത്തി വഴി എത്തിയ ഒരു വാഹനത്തിലെ യാത്രക്കാരിൽ നിന്നാണ് സ്വർണവും പുകയിലയും പിടികൂടിയത്. പ്രത്യേക സ്കാനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലും വാഹനത്തിന്റെ സ്പെയർ ടയറിലും ഒളിപ്പിച്ച നിലയിലാണ് ഇവ കണ്ടെത്തിയത്. വാഹനത്തിന്റെ ഡ്രൈവറുടെ വസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയത്. 45 കിലോ പുകയിലയും 200 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമാണ് പിടികൂടിയത്. കരൾ രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ 13-കാരി സുമനസ്സുകളുടെ സഹായം തേടുന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ മലപ്പുറം സ്വദേശി വിപിന്റെ മകൾ തൃഷ്ണയാണ് നാളെ നടക്കേണ്ട കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം കെട്ടിവെക്കാനാവാതെ കൊച്ചിയിലെ ആശുപത്രിയിൽ കഴിയുന്നത്. സ്വന്തം കരൾ നൽകി മകളെ രക്ഷിക്കാൻ അമ്മ തയ്യാറാണെങ്കിലും പണം കണ്ടെത്താനാകാതെ വലയുകയാണ് ഈ കുടുംബം. പെട്ടെന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്നും ആയിട്ടില്ല, പൈസ ഒന്നും ആയിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. അവർക്കും വേണ്ടിയുള്ള ഇതാണ് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കണം. നാളെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണം. പണം കെട്ടിവെക്കാൻ ഇതുവരെയും ആയിട്ടില്ല. 1 മാസം മുൻപ് മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കുട്ടി ആശുപത്രിയിലാവുന്നത്. കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു പ്രതിവിധിയില്ല എന്ന് ഡോക്ടർമാർ. എൻ്റെ ആങ്ങളേൻ്റെ മോള് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അത് നല്ലൊരു ഫണ്ട് വേണം. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ പോയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടി ഡെത്താവും എന്നുള്ളതാണ് പറഞ്ഞാൽ. സഹായിക്കണം, ഇത്ര എനിക്ക് പറയാനുള്ളൂ. മലപ്പുറം തിരുവാലി സ്വദേശിയായ വിപിന്റെ ഇളയ മകളാണ് തൃഷ്ണ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛന്റെ ഏക വരുമാനത്തിൽ വാടക വീട്ടിലാണ് ഈ 4-അംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായി വന്ന രോഗത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് ഭീമമായ ഒരു സംഖ്യ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും.
പനിയാണെന്നുള്ളത് അങ്ങനെ മഞ്ഞപ്പിത്താണെന്നുള്ളത് മാത്രമേ അറിയണുള്ളൂ. പിന്നുള്ളതൊന്നും ഓർമ്മയും കാര്യങ്ങളൊന്നും ഇല്ലാതെയായിട്ട് പിന്നെ മകൾക്ക് സ്വന്തം കരൾ നൽകാൻ തയ്യാറായി അമ്മയും ആശുപത്രിയിൽ അഡ്മിറ്റാണ്. 18 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. തുച്ഛമായ തുക മാത്രമേ കൈവശമുള്ളൂ. തൃഷ്ണയ്ക്ക് വേണ്ടി ഒരു നാടാകെ ഒന്നിച്ചു നിൽക്കുന്നു. MLA-യുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് ഇത്രയധികം പണം കണ്ടെത്തുകയാണ് പ്രധാന വെല്ലുവിളി. തങ്ങൾക്ക് മുന്നിൽ സഹായത്തിന്റെ കൈകൾ ഉയരും എന്ന പ്രതീക്ഷയിൽ നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണിവർ. കൊച്ചി. കേരള സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. VC മോഹനൻ കുന്നുമ്മലിനെ തള്ളി കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി ഫയലുകൾ തീർപ്പാക്കി രജിസ്ട്രാർ KS അനിൽകുമാർ. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കണമെന്ന് VC നിർദ്ദേശം നൽകി. വിലക്ക് ലംഘിച്ച ഓഫീസിൽ പ്രവേശിച്ചതിൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ സുരക്ഷാ വിഭാഗം റിപ്പോർട്ട് നൽകി. ദിവസങ്ങൾ കഴിയുന്തോറും കേരള സർവകലാശാല ഭരണപ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്നു. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്ന് വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു. കൂടാതെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന് സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. പക്ഷേ ഈ രണ്ടുത്തരവും പാലിക്കപ്പെട്ടില്ല. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി ഡിജിറ്റൽ സിഗ്നേച്ചർ അടക്കം തിരിച്ചെടുത്ത് ഫയലുകൾ തീർപ്പാക്കി. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. മുന്നോട്ട് പോകും. അതെ, കോടതി തീരുമാനം അംഗീകരിക്കില്ല. ഇതോടെ മോഹനൻ കുന്നുമേൽ തുടർ നടപടി തുടങ്ങി. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കണം. തനിക്ക് KS അനിൽകുമാർ നോക്കുന്ന ഫയലുകൾ അയക്കരുത്. അടിയന്തര ഫയലുകളുണ്ടെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർമാർ നേരിട്ട് തനിക്ക് അയക്കണമെന്നും മോഹനൻ കുന്നുമേൽ നിർദ്ദേശിച്ചു. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് പോകരുതെന്ന VC-യുടെ നിർദ്ദേശം അനിൽകുമാറിനെ അറിയിച്ചെങ്കിലും അതനുസരിക്കാതെയാണ് ചേംബറിലേക്ക് പോയതെന്ന് VC-ക്ക് റിപ്പോർട്ട് നൽകി. സെക്യൂരിറ്റി ഓഫീസറാണ് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് നൽകിയത്. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇന്ന് ഉത്തരവിറക്കിയെങ്കിലും അതും നടപ്പായില്ല. 24 തിരുവനന്തപുരം. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപിച്ച് ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി. SFI പ്രതിഷേധം കണക്കിലെടുത്ത് രാജ്ഭവന് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന DD സതീശൻ ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. RSSനെതിരെ സമരം ചെയ്യുന്ന നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി. സർവകലാശാല വളപ്പിൽ പ്രതിഷേധിച്ച ASF പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സർവകലാശാലയ്ക്ക് പുറത്ത് DYFIയും AIYFും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും SFI പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക് 24. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി ഡോക്ടർ ശശി തരൂർ MP. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊടും ക്രൂരതകൾ അരങ്ങേറിയെന്നും കർക്കശ നടപടികൾക്ക് ഇന്ദിരാഗാന്ധി നിർബന്ധം പിടിച്ചെന്നുമാണ് രാജ്യാന്തര മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ ഹൈക്കമാൻഡ് പ്രതികരിക്കട്ടെ എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അടിയന്തരാവസ്ഥ രാജ്യത്ത് ഇരുണ്ട കാലഘട്ടമാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയത്. ഇന്ദിരാഗാന്ധിയുടെ കർശന നടപടികൾ പൊതുജീവിതം ഭീതിയിലാക്കി. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടി.
അടിയന്തരാവസ്ഥക്കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും ശശി തരൂർ വിമർശിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യം നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും സഞ്ജയ് ഉപയോഗിച്ചു. ഈ നടപടികൾ നിർഭാഗ്യകരമായ അതിക്രമങ്ങളായി പിന്നീട് ഗൗരവം കുറച്ച് ചിത്രീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് റിപ്പബ്ലിക്കിന്റെ ആത്മാവിന്റെ വില നൽകേണ്ടി വന്നുവെന്നും പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ വിമർശിക്കുന്നു. ശശി തരൂരിന്റെ ലേഖനത്തിൽ തനിക്ക് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയുന്നില്ലെന്നും വി.ഡി. സതീശൻ. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ ലേഖനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. ലേഖനം എഴുതാനുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ വിവാദങ്ങളിലൂടെ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയാണ് ശശി തരൂർ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ തന്നെ വിമർശിച്ച പ്രവർത്തക സമിതി അംഗത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നിർണായകമാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ യോഗ്യൻ താനെന്ന് ഡോക്ടർ ശശി തരൂർ പങ്കുവച്ച സർവേ തള്ളി നേതാക്കൾ. വിശ്വാസയോഗ്യതയില്ലാത്ത സർവേ എന്നാണ് വിമർശനം. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ശശി തരൂരിന് പരോക്ഷ മുന്നറിയിപ്പുമുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് ഡോക്ടർ ശശി തരൂരിനെ എന്നാണ് സ്വകാര്യ ഏജൻസിയുടെ സർവേ. ഈ സർവേയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശശി തരൂർ തന്നെ എക്സിൽ പങ്കുവച്ചതാണ് കോൺഗ്രസിൽ പുതിയ വിവാദങ്ങൾക്കിടയാക്കിയത്. എന്നാൽ സർവേയെ അവഗണിച്ചു തള്ളുകയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. അത് നമ്മളാരും കയറി പിടിക്കേണ്ട ആവശ്യമില്ല. അതിനെ BJPയുടെ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏത് സർവേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. ശശി തരൂരിനെ നേരിട്ട് വിമർശിക്കുകയാണ് കെ മുരളീധരൻ. UDF അധികാരത്തിൽ വന്നാൽ UDF മുഖ്യമന്ത്രിയാവും. അപ്പൊ അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ മതിയല്ലോ. ഇപ്പൊ ഏതായാലും ഇലക്ഷൻ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു മുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. മുതിർന്ന നേതാക്കന്മാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. അത് നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകണം. അതാണ് വേണ്ടത്. ക്യാപ്റ്റൻ മേജർ വിളികളിൽ വിവാദം കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി സർവേയുമായി തരൂർ എത്തിയത്. സർവേ ഫലം തരൂർ പങ്കുവച്ചത് മനഃപൂർവ്വമെന്ന് നേതാക്കൾ കരുതുന്നുണ്ടെങ്കിലും അവഗണിക്കാനാണ് തീരുമാനം. 24, തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ സഹായം നൽകും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലിയും നൽകും. 12.5 ലക്ഷം രൂപ ചെലവിൽ വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തി. കോട്ടയം കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ആശ്വാസധനം വൈകാതെ തന്നെ കൈമാറും. ബിന്ദുവിന്റെ മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാനും തീരുമാനിച്ചു. കുടുംബത്തിന് വീട് നൽകുന്നതിന് സാമൂഹ്യനീതി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. 12.5 ലക്ഷം രൂപയാണ് വീടിനായി ചെലവിടുക. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷത്തോളം രൂപ വരും. ആ പണം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. മകളുടെ ചികിത്സയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നതെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. സർക്കാരിന്റെ കാര്യങ്ങൾ അതിന്റെ മറുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മൾ അത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. എല്ലാ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇവിടുത്തെ കൊച്ചിന്റെ കാര്യത്തിന് എല്ലാം നടന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24, തിരുവനന്തപുരം. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഈന്തപ്പഴത്തിനൊപ്പം കടത്താൻ ശ്രമിച്ച 5 കോടി രൂപ വില വരുന്ന 1.5 കിലോ MDMA പിടികൂടി. 4 പേരും പിടിയിലായിട്ടുണ്ട്. ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു വൻ ലഹരിവേട്ട. ഇന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് കല്ലമ്പലത്ത് നിന്ന് റൂറൽ ഡാൻസ് ഓഫ് ടീം MDMA പിടികൂടിയത്. ഒമാനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് കടത്താൻ ശ്രമിക്കവെയായിരുന്നു 4-അംഗ സംഘം പോലീസിന്റെ പിടിയിലായത്. കല്ലമ്പലം വലിയകാവ് സ്വദേശികളായ സഞ്ജു, നന്ദു എന്നിവർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് കല്ലമ്പലത്തേക്ക് യാത്ര തിരിച്ചു. ഇവരെ കൂട്ടാനായി എത്തിയ ഉണ്ണിക്കുട്ടനും പ്രവീണും പിക്കപ്പ് വാൻ വാടകയ്ക്കെടുത്ത് ലഗേജുമായി തൊട്ടു പിന്നാലെ യാത്ര ചെയ്തു. ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരുവാഹനങ്ങളും പിന്തുടർന്നു. തുടർന്ന് കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത പിക്കപ്പ് വാൻ പരിശോധിച്ചപ്പോഴാണ് ഈന്തപ്പഴ ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ രാസലഹരി കണ്ടെത്തിയത്.
5 കോടി രൂപ വിലമതിക്കുന്ന 1.25 കിലോയോളം MDMA ആണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 15 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. ഈ പിടിച്ചെടുത്ത MDMAക്ക് പുറമെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറും MDMA കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അതുകൂടാതെ 17 ബോട്ടിലെ വിദേശ മദ്യം ഇതിനോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA കടത്താൻ ശ്രമിച്ച 4 പേരെയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. പിടിയിലായ പ്രതികൾ അടുത്തിടെ വിദേശ സന്ദർശനം നടത്തിയിരുന്നു. സഞ്ജു ഈ മാസം ആദ്യ ആഴ്ചയും നന്ദു കഴിഞ്ഞ മാസവുമാണ് വിദേശത്തേക്ക് പോയത്. കസ്റ്റംസിന്റെ കയ്യിൽപ്പെടാതെ ലഹരി എങ്ങനെ പുറത്തെത്തിച്ചു എന്നതിലടക്കം പോലീസിന് സംശയമുണ്ട്. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.